T20 ലോകകപ്പിൽ അഭിഷേക് ശർമ്മയുടെ പ്രകടനം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ. തുടർച്ചയായ മൂന്നാം മത്സരത്തിലും ഡക്ക്, അതും കുഞ്ഞൻ ടീമായ നെതർലാൻഡ്സിനെതിരെ. ഈ ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ 4 മത്സരങ്ങൾ ഇന്ത്യ പൂർത്തിയാക്കുമ്പോൾ അഭിഷേകിന്റെ ആകെ സമ്പാദ്യം വട്ടപൂജ്യം. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ വജ്രായുധമാകുമെന്ന് കരുതിയ അഭിഷേക് തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്കെതിരെ ഗോൾഡൻ ഡക്കായ അഭിഷേകിന് വയറുവേദനയെ തുടർന്ന് നമീബിയക്കെതിരായ മത്സരം നഷ്ടമാവുകയായിരുന്നു. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ തിരിച്ചെത്തിയപ്പോൾ 4 പന്തിൽ ഡക്ക്. 2 ഡക്കിലും ടീം മാനേജ്മെന്റ് അഭിഷേകിനെ പിന്തുണച്ചു. എന്നാൽ തുടർച്ചയായ മൂന്നാം മത്സരത്തിൽ താരം ഫ്ലോപ്പായിരിക്കുകയാണ്. ഇതോടെ കടുത്ത തീരുമാനത്തിലേക്ക് ഗൗതം ഗംഭീറും മാനേജ്മെന്റും എത്തിയിരിക്കുകയാണെന്നാണ് വിവരം. 2026 അഭിഷേകിന്റെ പ്രകടനം പരിതാപകരമാണെന്ന് പറയാതെ വയ്യ. 7 ഇന്നിംഗ്സിൽ നിന്ന് 5 തവണയാണ് താരം ഡക്കായത്. 0, 68, 0, 30, 0, 0, 0. ഇതാണ് അവസാന 7 ഇന്നിംഗ്സിലെ അഭിഷേകിന്റെ സ്കോർ. ഒരു അർദ്ധ സെഞ്ചുറി നേടിയെന്നല്ലാതെ നല്ലൊരു ഇന്നിംഗ്സ് അഭിഷേകിൽ നിന്ന് ഉണ്ടായില്ല. കുഞ്ഞന്മാരായ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യ ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്തത് തന്നെ ആക്രമണ ബാറ്റിംഗ് നടത്തി മികച്ച ടോട്ടൽ കണ്ടെത്തി മികച്ച റൺ റേറ്റോടെ സൂപ്പർ 8-ൽ കടക്കാനാണ്. അഭിഷേകിന് ഫോമിലേക്ക് എത്താൻ ഇതിൽ പരം അവസരവും ഇന്ത്യക്ക് ഇനി നൽകാൻ സാധിക്കില്ല. അടിയുടെ പൂരം പ്രതീക്ഷിച്ചിരുന്ന ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ് ഉണ്ടായത്. സ്പിന്നറായ ആര്യൻ ദത്താണ് അഭിഷേകിനെ മടക്കിയത്. ക്ലീൻ ബോൾഡായാണ് താരത്തിന്റെ മടക്കം. ആത്മവിശ്വാസമില്ലാതെ കളിക്കുന്ന അഭിഷേകിനെയാണ് കണ്ടത്. നെറ്റ്സിൽ മികവ് കാട്ടുമ്പോഴും അഭിഷേകിന്റെ പ്രകടനം കളത്തിലേക്ക് എത്തുമ്പോൾ ഒട്ടും തന്നെ നിലവാരമില്ല. നെതർലാൻഡ്സിനെതിരായ ഇന്നിംഗ്സോടെ T20 ലോകകപ്പിൽ കൂടുതൽ തവണ ഡക്കാവുന്ന ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിൽ അഭിഷേക് തലപ്പത്തേക്ക് എത്തിയിട്ടുണ്ട്. ആശിഷ് നെഹ്റയാണ് അഭിഷേകിനൊപ്പമുള്ളത്. ശിവം ദുബെ, ഗൗതം ഗംഭീർ, രവീന്ദ്ര ജഡേജ, വിരാട് കോഹ്ലി, അക്ഷർ പട്ടേൽ എന്നിവർ 2 തവണ വീതവും ഡക്കിന് പുറത്തായിട്ടുണ്ട്. എന്നാൽ T20 ലോകകപ്പിലെ ആദ്യ 3 മത്സരത്തിലും ഡക്കാവുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമെന്ന നാണക്കേട് അഭിഷേകിന് മാത്രം സ്വന്തം. സൂപ്പർ 8 പോരാട്ടം വരാനിരിക്കെ അഭിഷേക് ഇന്ത്യക്ക് മുന്നിലെ വലിയ ചോദ്യചിഹ്നമാണ്. ഇതോടെ വീണ്ടും നറുക്ക് വീഴാൻ പോകുന്നത് സഞ്ജു സാംസണാണ്. ഇനിയും അഭിഷേകിനെ വെച്ച് റിസ്ക് എടുക്കാൻ ടീം മുതിരില്ല. കാരണം സൂപ്പർ 8-ലെ എല്ലാ മത്സരവും ഇന്ത്യക്ക് നിർണായകമാണ്. കരുത്തരായ ദക്ഷിണാഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും അട്ടിമറിക്കാൻ കെൽപ്പുള്ള സിംബാബ്വേയും ഇന്ത്യക്ക് ഭീഷണി തന്നെയാണ്. 3 മത്സരത്തിൽ 2 മത്സരത്തിലെങ്കിലും ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സെമി കാണാൻ സാധിക്കുകയുള്ളൂ. സൂപ്പർ 8-ലെ ആദ്യ പോരിൽ വീണ്ടും അഭിഷേകിനെ ഇറക്കിയാൽ, ആ മത്സരത്തിലും താരത്തിന് നിറം മങ്ങിയാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഇടയുമെന്ന കാര്യത്തിൽ സംശയമില്ല. സഞ്ജു സാംസനെ പരിഗണിക്കണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ആരാധകർ ഉയർത്തിയിട്ടുണ്ട്. സഞ്ജു ന്യൂസിലാൻഡ് T20 പരമ്പരയിൽ നിരാശപ്പെടുത്തിയെങ്കിലും പിന്നീട് അവസരം ലഭിച്ച നമീബിയക്കെതിരായ മത്സരത്തിൽ 8 പന്തിൽ 22 റൺസുമായി തിളങ്ങുകയായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു താരത്തിന്റെ പ്രകടനം വിലയിരുത്തുന്നത് ആ താരം കളിച്ച അവസാന മത്സരത്തിലെ റണ്ണ് വിലയിരുത്തിയാണ്. അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന് സാധ്യതകൾ ഏറിയിട്ടുണ്ട്. അസുഖം വല്ലാതെ അലട്ടിയ അഭിഷേകിന്റെ ബോഡി ലാംഗ്വേജിലും ക്ഷീണം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഭിഷേകിന്റെ കാര്യത്തിൽ ഇനി വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യൻ ടീം. ആത്മവിശ്വാസവും ആരോഗ്യവും മങ്ങിയ അഭിഷേകിന് അനിവാര്യമായ വിശ്രമം നൽകാനായിരിക്കും ടീം ഇന്ത്യ ശ്രമിക്കുക. വെസ്റ്റ് ഇൻഡീസും ദക്ഷിണാഫ്രിക്കയും കരുത്തരുടെ നിരയാണ്. മികച്ച തുടക്കം ഇന്ത്യക്ക് ലഭിക്കേണ്ടത് അനിവാര്യവുമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു ഇഷാൻ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനായിരിക്കും ഇന്ത്യ ഒരുപക്ഷെ ശ്രമിക്കുക. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തകർപ്പൻ റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ് സഞ്ജു സാംസൺ. T20 ലോകകപ്പിൽ ഇതുവരെ ദക്ഷിണാഫ്രിക്കയെ സഞ്ജു നേരിട്ടിട്ടില്ല. എന്നാൽ T20 ഫോർമാറ്റിൽ സൗത്ത് ആഫ്രിക്കയിൽ 2 സെഞ്ചുറി പ്രകടനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുള്ള താരമാണ് സഞ്ജു. സൗത്ത് ആഫ്രിക്കയുടെ പേസർമാരെയും സ്പിന്നർമാരെയും നന്നായി പ്രഹരിച്ച കണക്കുകൾ സഞ്ജുവിന് പറയാനുണ്ട്. 5 മത്സരങ്ങളിൽ നിന്ന് 253 റൺസാണ് സഞ്ജു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നേടിയിട്ടുള്ളത്. 2 സെഞ്ചുറി നേടിയ സഞ്ജു 17 ഫോറും 21 സിക്സറുകളും നേടിയിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ. അതുകൊണ്ട് തന്നെ സൂപ്പർ 8-ൽ സഞ്ജുവിനെ തന്നെ ടീമിന് ആശ്രയിക്കേണ്ടി വരും.